അങ്ങനെ ഞങ്ങളിതാ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ രാവിലെ തന്നെ ഞങ്ങളെത്തുന്നതിനേക്കാളും മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. കണ്ണടക്കെട് കണ്ണടക്കെട് ആ നീ നടക്ക്. ചെക്കൻ കുട്ടികളെ വിളിക്ക്. അത് കണ്ണട കുട്ടപ്പുറക്ക് സൽമാന്റെ അടുത്തടുത്ത. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ വണ്ടി. ഇങ്ങനെ സർപ്രൈസ് കൊടുത്ത വണ്ടി ഇതാണ്. അപ്പൊ നമ്മളെ സുരേഷേട്ടന്റെ വണ്ടിയാണ്. അപ്പൊ സൽമാന് വണ്ടിയിൽ ആരാന്ന് പറഞ്ഞു? ക്ലീനർ. വണ്ടിയിലെ ക്ലീനർ പിന്നെ 24 സീറ്റ് വണ്ടിയാണ് കേട്ടോ. ഏരിയ ചെറുപ്പശ്ശേരി തൃക്കടിയിൽ ഏരിയയിലാണ് കേട്ടോ. അതെ, ഓട്ടം വിളിക്കാനുള്ളവരൊക്കെ നമ്പർ കൊടുത്താൽ മതി. അവന്റെ പേര് അമ്പാടിക്കണ്ണൻ. അതിനല്ലേ ഇതാ പോണ് അമ്പാടിക്കണ്ണൻ. പിന്നെ ഞങ്ങൾ ഇതിൽ സ്ഥിരമായിട്ട് ഉണ്ടാവും. ഞാനും സൽമാനും ചിലപ്പോ ട്രിപ്പ് പോകുമ്പോ ഉണ്ടാവും, ചിലപ്പോ വണ്ടിയിൽ നിന്ന് പോകുമ്പോ ഡ്രൈവർമാർ ക്ലീനറായിട്ട് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇതാണ് നമ്മളെ ക്ലീനർ, ഇതാണ് ക്ലീനർ, ഇതാണ് ഡ്രൈവർ. ഇത് 2 സ്റ്റെപ്പിന് ക്ലീനർമാര്. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാരും വിളിക്കാം, എല്ലാരും വിളിക്കണം. വണ്ടിക്ക് ഓട്ടം തരണം. ഓക്കെ അല്ലേ? നമുക്ക് മാത്രം ഉള്ളതൊന്ന് കാണാം. ഓട്ടാ ഇതിന്റെ സൽമാൻ ചങ്ക്. ഹലോ സൽമാനെ, എന്തൊക്കെയാ? അപ്പൊ നമുക്ക് പുതിയ 10 മണിക്കാണ് മുഹൂർത്തം. ആ, അപ്പൊ നിങ്ങളെ കുറെ നേരം ഞങ്ങൾ കാത്തുന്നു. ഈ ഈ ബസ് ഇന്നമ്മ ചായ വെച്ചു. അപ്പുന്നു ഉച്ചക്ക് ബസ്സില്ലേ, ബസ് ഇങ്ങനെ മന്തി. ബസ് എടുക്കണതിന്റെ ചെലവ് ഉച്ചക്ക് മന്തി ഉണ്ട്. അപ്പല്ല ഇപ്പഴല്ല, മന്തി ഉച്ചക്ക്. ബസ് ബോർഡ് വേണം. എന്താ അന്റോണി അടുത്ത് പൈസ ഉണ്ടോ? കുട്ടി ഉണ്ടപ്പട കുട്ടിയാടാ, ഉണ്ടപ്പട കുട്ടിയാണ്. ഉണ്ടപ്പാറ കുട്ടി കാശ് കൂടി മാമു വരെ കൊടുക്കല്. മാമു വരെ തരുന്നു. മാമു കുട്ടിയാണേ, കുട്ടിയാണേ, പുന്റെ വായില്ലേ കുട്ടിയാണ്. അനക്ക് എങ്ങനെ പൈച്ച എങ്ങനെ ചായ അപ്പം എത്ര അപ്പം? 1 ഈ മോതിരോടെ മുറിയൊക്കെ ഉണങ്ങി ആരാ ഉരുത്തന്ന്? എത്ര കാലം ഇതിന്റെ ഊരാൻ പറയലോടെ അതിന്റെ മോതിരം കട്ട് ചെയ്തെടുത്തില്ലേ?
ഇനി ആകുമ്പോ പോയി മോതിരം കയറ്റി ഉണങ്ങിക്കാണേ ഓൽമെന്റ് വാങ്ങി കൊടുത്തേ ഇതാണ് ക്ലീനർ സീറ്റ്. ഈ ബസ്സിലെ ക്ലീനറാണ് ഇയാള്. ഞാന് സ്റ്റെപ്പിന്റെ ഡ്രൈവർ. അയ്യോ ഏതാ സെറ്റപ്പ് ഉള്ളിക്കിരിക്കും, കുറച്ചുള്ളിക്കിരിക്കും. ആ ബെല്ലവിടെ ഇല്ലല്ലേ? എന്നൊരു വിസിലടിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ബസ്. പുതിയ ബസ് കേട്ടോ. ഇനി ഇതിന് കുറച്ച് പണി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കയറ്റാണ്ട്, TV കേബിൾ വരാണ്ട്, പരിപാടികളൊക്കെ വരാണ്ട്. പക്ഷെ നാളെ മറ്റൊന്ന് പണിക്കിടും. തിങ്കളാഴ്ച കൊണ്ടുപോയി അതെ അതെ. എന്റെ നമ്പറുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കണം. കുട്ടികളൊക്കെ വരുമ്പോ കൊടുക്കാനേ വിളിച്ചോണ്ട്. വണ്ടിക്ക് ഓട്ടം വേറെ ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ. വണ്ടിക്ക് ഓട്ടം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് തന്നെ നമ്പർ നോക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. നമ്പർ എന്തായാലും ഞങ്ങൾ ഇതിൽ ഇടുന്നുണ്ട്, എന്തായാലും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അതെ. എല്ലാ നാലമ്പലം, തീർത്ഥാടനം, ശബരിമല, പിന്നെ ഏതോട്ടം, സിയാറത്ത്, ഏർവാടി, മുത്തുപ്പേട്ട, നാഗുരിയപ്പെട്ട പോയിട്ട് അതിന് പറ്റിയ ഡ്രൈവർമാരുണ്ട് നമ്മുടെ ക്ലീനർ സൽമാൻ. ട്രിപ്പ് കഴിഞ്ഞാൽ തുള്ളൊക്കെ കഴുകാരോ തുടക്കം വൃത്തിയാക്കൊക്കെ ചെയ്യോ? ആര് നിങ്ങളൊക്കെ കേട്ടില്ലേ? വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ പോയത് എന്റെ സർവീസ് സെന്റർ കൊണ്ടേക്കോളുണ്ട് കേട്ടോ. മെല്ലെ കണ്ട എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചായിരുന്നു കേട്ടോ. ആർട്ട് ലൈസൻസ് തരികയാണെങ്കിൽ വാങ്ങിത്തരാം. ഓക്കെ അല്ലേ? ഡി കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ക്ലീനർ പോരെ അപ്പൂന്റെ കുട്ടിക്ക് അന്നം മതി. സ്റ്റോപ്പില്ല. സന്ദീപ് ഉണ്ടെങ്കിൽ കാണ് ആളെ വിളിക്കേ. കൊടുക്കിട്ടോ. പിന്നെ കണ്ടക്ടർ വരുന്ന കണ്ടക്ടറിന്റെ പൈസ പൈസ കൊടുക്കിട്ടോ. 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 ഇന്നോട്ടെ പൈസ പാലക്കാടല്ലേ? പോലീസ് പോയിട്ട് വാ. ഗൂഗിൾ പേ അടുത്ത പോട്ടെ. എന്റെ ബാക്കിലാണ് നാലാള് സീറ്റിയാ. ബാക്കിയൊന്നും കൊടുക്കല്ലേ? ബാക്കിയൊന്നും കൊടുക്കരുത്. ബാക്കി 5 വെട്ടിയുള്ള പൈസ. ആയിക്കോട്ടെ. എത്രയായി? ബാഗിൽ
അവിടെ പൈസ പറയട്ടോ പറയട്ടോ എനിക്ക് എത്തിട്ടെ കണ്ടക്ടർ ആ 2 3 ഇങ്ങോട്ട് കാട്ടു സൽമാനെ 4 5 6 ആ 6 പറയട്ടോ 6 7 8 10 അയ്യോ പറ്റോ 10 11 13 15 16 പാലക്കാട് 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 പോരിട്ടോ അടുത്ത സ്റ്റേഡിയം കണ്ടിട്ടോ സ്റ്റേഡിയം കണ്ടിട്ടേ പോട്ടെ പോട്ടെ ഇനി ആള് വരുമ്പോ വാങ്ങ ബാക്കി കൊടുക്കാനുള്ള വെച്ചത് അവിടെ പെട്ടിയിലിടാനുള്ള കേട്ടോ കുടി കുത്തുപിടിച്ചോ ശരി കുട്ടി എവിടെ ഇറങ്ങണേ എവിടെ ഇറങ്ങണേ കിട്ടോ ചക്ക വാങ്ങാണ്ട് പോകുമ്പോ പറയൂട്ടിയാ പറയൂട്ടിയാ പാട്ട് പാട്ട് അതിന് പരിപാടി ഉണ്ട് ടി വി ഇവിടെ വരും കേട്ടോ പഠിക്കും നമ്മള് അത് പഠിക്കാൻ പോണ്ടേ പൂസപ്പടി ഉഞ്ചേരിപടി എല്ലാരും ഉണ്ടായിരിക്കട്ടോ ആമേടിക്കട്ടോ വണ്ടിക്ക് ഓട്ടുണ്ടോ കേട്ടോ അത് പുതിയ തന്നെയാണ് അന്ന് നോക്കലുണ്ടോ ബൈക്കും പോണോ അതാ ഓക്കെ അൽഫാത്തിഹ ആമീൻ കഴിഞ്ഞു പള്ളിക്ക് ഇറച്ചിച്ചോറുണ്ടെങ്കിൽ രാവിലെ വരുമോ ഇപ്പൊ എല്ലാത്തിനും പള്ളിക്ക് എന്റെ മുരിയാണ് അതാണ് പള്ളിക്ക് വരാത്ത ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ പാലക്കാട് പോയി വന്നു പിന്നെ ഇഞ്ഞെന്താ മന വണ്ടി ഇഞ്ഞെന്താ വണ്ടി ഫുഡ് ഞങ്ങള് ഫുഡിന് ഞങ്ങള് 10 20 22 ആളുണ്ട് ഞങ്ങള് ഒറ്റപ്പാലം പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് മാമു തിന്നിട്ട് നേരെ കൂടി പോകും ഓക്കെ അല്ലേ വണ്ടി എടുത്ത് മഞ്ഞക്കുളം പള്ളി പോയി അവിടെ പോയി ഞങ്ങളെല്ലാരും ഡ്രൈവർമാരെല്ലാരും പോയി വണ്ടിയില് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി അവര് വണ്ടി എടുത്ത് പിന്നീട് വരുന്നുണ്ട് ഞാനും സൽമാനും DK പാടെ ഞങ്ങള് ഹോട്ടലിലേക്ക് പോവാണ് 10-26 ആൾക്കുള്ള ടേബിൾ സെറ്റ് ചെയ്യണം അപ്പൊ അവിടെ ചെന്നിട്ട് ഫുഡ് നമ്മളാണ്
ഫുഡ് നമുക്ക് അവർക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങി കൊടുക്കണം. പോലെ എല്ലാവരും പണി ഉള്ള ദിവസമാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ മാറ്റി വന്നതല്ലേ നമ്മളൊപ്പം. അപ്പൊ അവർക്ക് നമുക്ക് നല്ല ഫുഡ് വാങ്ങി കൊടുക്കാം. പറ്റെങ്കിൽ ഇൻഷാ അല്ലാ ഈ വണ്ടി തന്നെ നമുക്ക് ലോങ് ടൂറും പോവാം. എന്താ എന്റെ അഭിപ്രായം? ഓക്കെ അല്ലേ? ഒരു 2 ദിവസത്തെ പരിപാടി കേട്ടോ. ഓക്കെ, അതിപ്പോ പണിക്ക് ഇട്ടിട്ട് പോവാച്ചിട്ടാണ്. പണി ഇല്ലാണ്ടപ്പോ അതിൽ പോയ സൽമാന് പാട്ടില്ലാണ്ട് നടക്കൂല. പാട്ട് മസ്റ്റാണ്. പാട്ടില്ലാണ്ട് ഒരു വണ്ടിയിലും കേറൂല. ഇതിപ്പോ നമ്മളെ വണ്ടിയെ കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇനിയിപ്പോ അതില് പാട്ടും സെറ്റും സബും ആമ്പും ഒക്കെ വരാണ്ട്, ലൈറ്റ് സെറ്റിങ്സ് വരാണ്ട് മോനെ. എന്നിട്ട് നമുക്ക് ഫുള്ള് പണി കഴിഞ്ഞിട്ട് എന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും പാടെ ബസ്സിൽ യാത്ര. ഓക്കെ അല്ലേ? കേട്ടോ, ആയിക്കോട്ടെ. എന്നും തരാ പറയുന്നത് ഇതുവരെ ഇങ്ങനെ കിട്ടിട്ട് കണ്ടിട്ടില്ല. നന്നായി സത്യം. എന്റെ ബൈക്ക് വായിച്ചു തരുമോ? ഇതിനാണ് ബൈക്ക് പുതിയ പണത് കേട്ടോ. അനക്കും വേണ്ടേ? ടീക്കും വേണം. പെണ്ണ് വേണ്ടോ? നമുക്ക് മൂന്നാമത് തുടങ്ങിയാലോ തെരച്ചില്? അതാണ് തിരക്കിൽ തുടങ്ങിയാലോ അല്ലേ? ബൈക്കൊന്നും എടുത്തേരാ. ഒരാൾക്ക് പറ്റില്ലെങ്കിൽ മറ്റാൾക്ക് പറ്റുമോ? ലെജൻഡ് വരുന്നോടാ. ലെജൻഡ് നമ്മളിപ്പോ ആര് വിളിച്ചാലും നമ്മൾ പോകൂലേ? മൂന്നാർക്കോ വാഗമണ്ണുക്കോ വയനാട്ടിലേക്കോ എപ്പോ വിളിച്ചാലും ഞങ്ങൾ റെഡിയാ. ഓക്കെ അല്ലേ? ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതെ, ഞങ്ങൾ ചെല്ലും. അതിന് വേറെ അപ്പീലൊന്നുമില്ല. ട്രിപ്പില്ലാത്ത ദിവസം ഇട്ടോളി. ട്രിപ്പില്ലാത്ത ദിവസം അങ്ങനെയാണെങ്കിൽ ഞങ്ങള് വരും. ചെറുപാടി ഒരു സ്റ്റേ അടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 2 ദിവസം ഹോട്ടലിലേക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇപ്പം മുള്ളിയിലും മറ്റേ കാട്ടുപോത്ത് വന്നപ്പോ ഫ്രണ്ടിൽ ഇന്നോടെ ഫ്രണ്ടിൽ നിന്ന് ഓടി പിന്നിൽ പോയിരുന്ന ആളാട്ടോ. ഇവൻ എന്നിട്ട് ഓടിയടോ. കാട്ടുപോത്തോളം മുന്നിൽ ഇങ്ങനെ നിക്ക കൂട്ടം കുത്തിയിട്ട് മാറുന്നില്ല. അയച്ചായിട്ടുള്ള ടൈം ആകുമ്പോ മാറും. ശരിക്കും മുതൽ എന്താ കാട്ടിയത് എനിക്ക്? ഇന്നിട്ടിട്ട് പിന്നിക്ക് ഓടിയടോ. ഞാനും അവന് ഫ്രണ്ടില് വണ്ടി ഓടിക്കല്ലേ. ഇപ്പൊ മുന്നിൽ നിന്ന് ഈ ഇനോവയുടെ ഗ്യാപ്പിൽ കൂടെ സെക്കൻഡ് സീറ്റ് ബാക്ക് സീറ്റ് പോയിരുന്നു. ഇപ്പൊ ബാക്ക് സീറ്റിൽ ആരുമില്ല. അവിടൊക്കെ പോയിട്ട് മറിഞ്ഞത്തിന്റെ മോളിൽ കൂടെ ചാടി അവിടെ പോയിട്ട് ഒറ്റ കടത്ത എന്നിട്ട് ഓടിയോനെ. അതോ സാധനം അറിയാം. അല്ല, അന്ന് ചെക്ക് പോസ്റ്റ് നടക്കാം. ഞാൻ പോയി പറഞ്ഞിട്ട് പോയി എന്നെ വിട്ടില്ലേ. അങ്ങനെ ഞാൻ പോയി, സാറേ വയ്യാത്തൊരു കുട്ടി, നിങ്ങള് എങ്ങനെയൊന്ന് ഞങ്ങളൊന്ന് വിടി, ഞാനായിട്ട് പെട്ടെന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞു. ലാസ്റ്റ് വരെ രക്ഷയില്ല. ഞാൻ മെല്ലെ വന്ന് ബലോട് പറഞ്ഞു, മോനെ എന്താ കാട്ടു വെച്ചു. ഇതേനെ പോകാൻ കളിച്ച് നമുക്ക് മുള്ളിന്ന് കുറച്ചുള്ള മണ്ണാർക്കാട്ടേക്ക്. അപ്പോ വിട്ടില്ല. ലാസ്റ്റ് സൽമാനെ പറഞ്ഞു വിട്ടില്ല. ഓഫീസർ സൽമാനെ കണ്ടപ്പോ 2 ആള് തോളിലൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് വരുന്നു. ഞാൻ എല്ലാം കയറ്റി വിട്ടു. ഒന്ന് പോയിട്ട് വായർന്നു. പിന്നെ പറഞ്ഞു, സാറേ ആ വടിയൊന്ന് പൊക്കി കൊടുത്താ ഇത് നമ്മളെ കുട്ടിയാണ് പറഞ്ഞു. ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ വിട്ടേ. എങ്ങനെ കാട്ടിലൊന്ന് പൊട്ടുങ്ങളെന്ന് ഞാൻ പറഞ്ഞു, കുട്ടീന്ന് തരുമോ സാറേ? അങ്ങനെയാണ് ഞങ്ങൾ വിട്ടു. അല്ലെങ്കിൽ ഒരുപാട് ചുറ്റോളം ഇങ്ങനെ വരുന്ന ഞങ്ങളെ എന്താ ആനക്കട്ടി വഴി വന്ന് കയറി വരണം. പിന്നെ ആനക്കട്ടി വന്നിട്ട് കോട്ടത്തറ വന്നിട്ട് വേണം നാട്ടിൽ പോരാനേ. ഇത് ഡയറക്റ്റ് കോട്ടത്തറ പോയാണ് ഇറങ്ങുപോയി പുള്ളി കൂടെ വരുമ്പോഴേ. അങ്ങനെ എളുപ്പ റൂട്ടാണ് അതെ. അതിന്റെ ചുറ്റോളമാണ്. അത് ഈ മുതലുണ്ടാവുന്ന നട്ടപ്പാതിരക്ക് അത് 1-2 മണിക്കോ അത്രയും 10 മണിയായിട്ട് വയ്ക്കണം. ഉപകാരം. ആനയെ കണ്ട് ഓടിയിട്ട് ആ വണ്ടിയുടെ ഉള്ളിൽ കൂടെ ഊറളക്കപ്പെട്ട മാതിരി തിരിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ എന്താ ധൈര്യം. ആന ഒന്ന് അങ്ങനെ വെക്കും, ആന ഒന്ന് ഇങ്ങനെ വെക്കും. കാര്യത്ത് എത്തുമ്പോ കാണാം ചെങ്ങായി ഓടി കഴിച്ചിട്ട് പോവാം. യൂസ് ചെയ്ത പടി കണ്ട് ഗെയിമോ അവിടെ ഗെയിം മതിയാ. 3 ഗെയിം ഇട്ടാ ഒന്നും അതിനെ കുറച്ച് മാമുണ്ട്. അല്ല അതൊന്നോട്ടെ ആണ്ടേ ഇത് വേണം. എന്താണ്ട് പപ്സ് വേണം. ഇതൊന്നും തിന്നല്ലേ? അതുമാണ് ബിരിയാണി ഉണ്ട്. അപ്പൊ വേണ്ടേ? അല്ല മോനെ പൈസ തട്ടി ഈസിയിലോ? ആ ബസ്സന്ന് പിരിച്ച പൈസ അന്നെ കണ്ടക്ടർ ആക്കിയില്ലേ? അത് അവിടെ പള്ളിക്ക് കുറെ ആൾക്കാർ വന്ന് പൈസ കിട്ടുമല്ലോടെ. കുറെ ആൾക്കാർക്കൊക്കെ കൊടുത്തു. കുറെ ആള് കൂട്ടി കുത്തി തരുന്നുണ്ടപ്പോ വല്ല ഒഴിവാള്.
ആ ബസ്സത്ത് വിരിച്ച പൈസ പെട്ടിലിടാൻ വേണ്ടി കൊടുത്തത്. ലാസ്റ്റ് ഞാൻ 165 ഉറുപ്പ ഉണ്ട്. അത് ഞാൻ ഇട്ടു 125 ഇട്ടു. ആ അങ്ങനെ ഈ ഇവനെ ശരിയാവില്ല, ഇവന് കണ്ടക്ടർ വേണ്ടി ശരിയാവില്ല കേട്ടോ. 3 കൊടുത്തിട്ടുണ്ട് 160 ഉറുപ്പ്യ കിട്ടിയത്. 165 എന്നിട്ട് 3 കൊടുത്തു കഴിഞ്ഞാൽ 30 ഉറുപ്പ്യ കൊടുത്തു. ബാക്കി ബാച്ചെടുത്തു. കള്ള ഇല്ലേ വല്ലാത്തൊരു കളറ്. എല്ലാരും ചോദിക്കല്ലേ ഓരോ കഥകൾ ഉണ്ടാവണം. അതൊക്കെ തന്നെയാണ് ഓന്റെ കളയില്. ഇതൊക്കെ തന്നെ ഓന്റെ ചരിത്രം. കാട്ടി കേട്ടില്ല ഇതിന്റെ 2 കൊല്ലം കഴിഞ്ഞ് അറിയുമ്പോഴാണ് അങ്ങനെ ഓരോ ദിവസവും വെറൈറ്റി കഥ ഉണ്ട് ഒരു വർഷം. എന്തെങ്കിലും അടിക്കണ കേക്ക് അടിക്കണ ഇവിടുന്ന് എടുക്കുക അടിക്കുക പ്ലം കേക്കാണ്. അപ്പൊ പള്ളിക്കൊക്കെ പോരുവോ? ഞാൻ വഴിയൊക്കെ സൽമാനത്തെ പള്ളിക്കൽക്ക് പോയേ ഷൂ ഉണ്ടോ? ഷൂ വേണ്ട. അങ്ങനെ ഉച്ചക്കത്തെ പള്ളി പിരിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ ഒറ്റപ്പാലത്തെ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന 2020 കടയുടെ മുമ്പിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തോ തൊട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് അതെന്താ ചെലവുണ്ട്. വണ്ടി എടുത്ത ചെലവുണ്ട്. നല്ല ബിരിയാണി. ഇതിലുണ്ണിണ്ട് എണ്ണി ഇതിൽ 2 എണ്ണിണ്ട്. ഇതിലെണ്ണിണ്ടോ? ഇല്ലേ ഇതിലെന്താ മന്തിയാ പൊട്ടിച്ചോടുത്തു. എന്താ ഇതെന്താ റൈസാണ് വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ദിവസമല്ലേ ഇത് നമുക്ക് ടൂർ പോകണ്ട കുടിക്കാരായിട്ടൊക്കെ കൂട്ടിയിട്ട്? വണ്ടി അവിടെ നിർത്തിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒന്ന് നിസ്കരിച്ചാൽ പോരാ. അതിലെ ഒതുങ്ങി കിട്ടാം. വള്ളം പിടിക്കാൻ റജ്ജായി. ഇന്ന് പുട്ടിട്ടേ സന്തോഷാ. അല്ലെങ്കിൽ പുട്ടുണ്ട്, അത് വേറെ കാര്യം. ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ട് എന്നും ബിരിയാണി ആക്കരുതിട്ടോ. ഇന്ന് മാത്രം പിന്നെ കാല് പിടിച്ച 40,000 ഉറുപ്പ്യ അടവ. കാല് പിടിച്ച ഇന്റെ അല്ല അന്റെ കാല് ഇവിടെ 3-4 ആൾക്ക് ഇരിക്കാം. ബട്ടിക്ക് ചിക്കനെ ബീഫാ കോഴി. ഇത് കോഴിയുടെ ചിഹ്ന ഇങ്ങനെ ആക്കലൊരു ചിഹ്ന. കോഴിയുടെ ചിഹ്നം ബാക്കിയുള്ളവരൊക്കെ എന്താ വെച്ചാൽ നേരത്തെ എന്നോട് ചോദിച്ചത് സൽമാനെ ഞാൻ എടുക്കണോന്നോ? എന്ത് ഇത് തരിക ഏറ്റാനും ഇത് ഏറ്റണോന്നോ ചോദിച്ചിട്ട് വെച്ച് വണ്ടി എടുക്കണോന്നോ? വണ്ടി എടുക്കണോ? ഇത് മന്തി ഒന്നല്ല, കോഴിക്കാട് നേരത്തെ കാട്ടിയമാതിരി കാട്ടലല്ല. ഇത് പഠിച്ചിരുന്നാക്കണം, മനസ്സിലായോ? അപ്പൊ ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നല്ല സ്ഥലം അടിപൊളി പ്ലേസ് ആണ്. അതിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിക്ക്. സൽമാന് ബിരിയാണി വാങ്ങി കൊടുത്തു. 2 പീസ് ചിക്കൻ, കാലും ഒരു കൈക്കുറവും 2 എണ്ണം. അതൊന്നു മാമുന്നു, സേനപ്പും കുടിച്ചു, പിന്നെ കൊക്കോളയും കുടിച്ചു. എല്ലാരും കുറച്ചിച്ച അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര നാട്ടിക്ക് കൊണ്ടിരിക്കുകയാണ്. സൽമ ഉറങ്ങണുണ്ടോ? ഉറങ്ങ. അപ്പൊ ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയില് വരും. ആ വണ്ടി പണിക്കിടാൻ പോണം. അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട്. എടുത്താലും ഇട്ടൊരു തല വരെ. ഇയാള് പകുതി ഉറക്കത്തിലാണ്. ലൈക്ക് ചെയ്യാ, പിന്നെ ഷെയർ ചെയ്യാ. സൽമാനെ കാണാൻ ആഗ്രഹമുള്ളവര് ചെർപ്പളശ്ശേരി വരിക. ഒരു 3 കിലോമീറ്റർ വന്നാലാണ് കുറ്റിക്കോട് പറഞ്ഞ സ്ഥലം. ഒറ്റപ്പാലത്ത് നിന്ന് 14 കിലോമീറ്റർ, ഷൊർണൂരിൽ നിന്ന് 14 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷൻ 14 കിലോമീറ്റർ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ വരുന്നവര് വിളിച്ചിട്ട് വരിക. എപ്പോഴും ഉണ്ടാവുന്നില്ല. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളോട് ആദ്യം അഡ്വാൻസ് പറയണം. ഞങ്ങൾ ഇന്ന ദിവസം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് കൂടെ പോകുമ്പോ സൽമാനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഓക്കെ അപ്പൊ എന്നാ പറഞ്ഞ മാതിരി.